ഓണച്ചെലവുകൾക്കായി 5000 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഈ വർഷം 37,512 കോടി രൂപയാണ് കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചത്. ഓണത്തിന് പിന്നാലെ സംസ്ഥാനം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമെന്ന് വിദഗ്ധർ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, ഓണം ആഘോഷിക്കാൻ കേരളത്തിന് പണമില്ല, വീണ്ടും കടമെടുക്കാൻ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ വാതിൽ മുട്ടുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിനുള്ള അനുമതിക്കായി കത്ത് നൽകി കഴിഞ്ഞോ? എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? വിനോദ, 5000 കോടി രൂപ കൂടി അടിയന്തര സഹായമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഓണച്ചെലവുകൾക്കായിട്ടാണ് ഈ 5000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ധനമന്ത്രി അടക്കമുള്ളവർ കേന്ദ്രത്തോട് കത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. ഇതിന് കേന്ദ്ര നിലപാടാണ് ഈ വിഷയത്തിൽ ഏറെ നിർണായകമായിട്ടുള്ളത്. നിലവിൽ സംസ്ഥാനത്തെ ഓണ വാരാഘോഷം അടക്കമുള്ള കാര്യങ്ങൾ വെട്ടിച്ചുരുക്കിയെങ്കിലും മറ്റ് ചെലവുകൾ സംസ്ഥാനത്ത് തുടരുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാനത്തിന് കഴിയില്ല. നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ കത്തിലൂടെ കേന്ദ്രത്തോട് കടമെടുക്കാനുള്ള ഒരു അനുമതി ചോദിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വർഷം 37,512 കോടി രൂപയാണ് കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 21,253 കോടി രൂപ ഡിസംബർ വരെ കടമെടുക്കാം എന്നുള്ളതാണ്. ഇതിൽ നിന്നാണ് ഒരു 3000 കോടി രൂപ, അതായത് അടിയന്തരമായി നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. ജനുവരി മുതൽ മാർച്ച് വരെയാണ് ശേഷിക്കുന്ന തുക എടുക്കാൻ കഴിയുകയും ചെയ്യുക. അതുമാത്രമല്ല, 3000 കോടി രൂപ കടമെടുക്കുന്നതോടെ 700 കോടി രൂപ മാത്രമേ പിന്നെ ശേഷിക്കുകയുള്ളൂ. ഇതുകൂടി ഒരു പക്ഷേ മറ്റ് ഓണച്ചെലവുകൾക്കും അതിനുശേഷവുമൊക്കെ എടുക്കുകയാണെങ്കിൽ സംസ്ഥാനം വീണ്ടും വലിയ രീതിയിലുള്ള കടമെടുക്കൽ പരിധിയിലേക്ക് പോകുമെന്നുള്ളതിൽ സംശയമില്ല. മുൻപൊക്കെ തന്നെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങളുണ്ട്. ഓണത്തിന് ശേഷം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. ഒരുപക്ഷെ റിസർവ് ബാങ്കിൽ നിന്നടക്കം ഓവർഡ്രാഫ്റ്റ് എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് സംസ്ഥാനം കടന്നു പോകുമെന്നുള്ള സൂചനകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ അടക്കം നിലവിൽ കുടിശ്ശിക കിടക്കുന്ന 6ഓളം മാസത്തെ ക്ഷേമ പെൻഷനുകളിൽ 2 മാസത്തെ കുടിശ്ശിക അടിയന്തരമായി ഓണത്തിന് മുൻപ് നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് കടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ക്ഷേമ പെൻഷനുകൾ അടക്കം നൽകാതിരിക്കുന്നതിൽ നേരിടേണ്ടി വരുന്നതുണ്ട്. അത് ഓണത്തോടുകൂടി 2 മാസം നൽകി ഒരു പ്രശ്നപരിഹാരം നടത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതിനടക്കമാണ് ഇപ്പോൾ കടമെടുക്കാനുള്ള പരിധിയിലേക്ക് അല്ലെങ്കിൽ കടമെടുക്കാനുള്ള ശ്രമത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഓണത്തിന് പിന്നാലെ സംസ്ഥാനം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണെങ്കിൽ ട്രഷറി നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. ഇതടക്കം മറികടക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ 5000 കോടി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി കേന്ദ്ര ധനമന്ത്രിയും കേന്ദ്രവും ഇനി ഏത് തരത്തിലുള്ള നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും കേന്ദ്ര സഹായം എത്തിയില്ലെങ്കിൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം അടക്കമുള്ള കാര്യങ്ങൾ ഓണത്തിനുണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KSRTCയിലെ ശമ്പളം നൽകണം, വിവിധ സർക്കാർ സ്ഥാപനങ്ങൾക്കുള്ള ശമ്പളം നൽകണം, ഒപ്പം തന്നെ ഓണം ബോണസ് അടക്കമുള്ളവ നൽകണമെങ്കിൽ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ സർക്കാരിന് കഴിയില്ല എന്നുള്ളത് അറിയിച്ചുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി 5000 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രത്തെ സംസ്ഥാന സർക്കാർ സമീപിച്ചിട്ടുള്ളത്. ഇതിൽ കേന്ദ്ര നിലപാട് ഇനി നിർണായകമായിരിക്കും. വിനോദ, തീർച്ചയായും കേന്ദ്രത്തിൻ്റെ തീരുമാനം നിർണായകമാകും. ശാലിനി, ഇത്തരത്തിൽ കടമെടുക്കാൻ ഉള്ള പരിധികൾ ഇനിയും അവശേഷിക്കുന്നു എന്നാണോ മനസ്സിലാകുന്നത്? ഇങ്ങനെ കടമെടുത്ത് പോകുകയാണെങ്കിൽ ഓണത്തിന് ശേഷം ഇപ്പോൾ കുടിശ്ശിക അടക്കം, പ്രത്യേകിച്ചും ക്ഷേമ പെൻഷനുകൾ അടക്കം നൽകാനുണ്ട്. ഇങ്ങനെയുള്ള കുടിശ്ശികകൾ തീർക്കാനാണോ ഈ പണം ഉപയോഗിക്കുക? അതുകൂടാതെ ഓണത്തിന് വേണ്ടിയിട്ട് കിറ്റ് അടക്കമുള്ള കാര്യങ്ങളും സർക്കാർ നൽകാൻ വേണ്ടി ആലോചിക്കുന്നുണ്ടോ? അത്തരം കാര്യങ്ങൾക്കാണോ ഈ പണം ആവശ്യമായി വരുന്നത്? ശാലിനി, വിനോദ, കിറ്റുകൾ അടക്കം ഓണത്തിന് നൽകുന്നതിൽ ചില നിയന്ത്രണങ്ങൾ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചില പരിമിതമായ കാർഡുകൾക്ക് മാത്രമേ, റേഷൻ കാർഡുകൾക്ക് മാത്രമേ ഇത്തവണ ഓണക്കിറ്റുകൾ നൽകുകയുള്ളൂ. 13-ായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അതിന് ഭക്ഷണ സാധനങ്ങൾ കിറ്റുകളാക്കി നൽകുന്ന സംവിധാനം ഇത്തവണ ചില പരിമിതപ്പെടുത്തിയിട്ടുള്ള കാർഡ് ഉടമകൾക്ക് മാത്രമേ നൽകുകയുള്ളൂ എന്നുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും കിറ്റുകൾക്ക് പുറത്ത് സംസ്ഥാന സർക്കാരിന് ചെലവുകൾ ഏറെയാണ്. സർക്കാരിന്റെ വയനാട്
വയനാടിന്റെ ദുരന്ത പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷങ്ങൾ മറ്റ് ഫെസ്റ്റുകൾ അടക്കമുള്ളവ നിർത്തിയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ചെലവുകൾ സർക്കാരിന് താങ്ങാനാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മനസ്സിലാക്കുന്നത് സർക്കാർ ജീവനക്കാർക്കുള്ള ബോണസ് ഉത്സവ ബത്ത ഇക്കുറി നൽകാൻ ഈ കടമെടുക്കലിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ശമ്പളം, പെൻഷൻ, ബോണസ്, മുൻപ് കടമെടുത്തതിന്റെ പലിശ, ക്ഷേമ പെൻഷൻ എന്നീ ചെലവുകൾക്കായി 20,000 കോടിയിലേറെ രൂപ ഈ മാസം തന്നെ വേണ്ടിവരും എന്നുള്ളതാണ്. ആ 20,000 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാരിന്റെ പക്കൽ ഇല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ സർക്കാർ അറിയിക്കുന്നത്. അത് മാത്രമല്ല 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി ഒരുമിച്ച് നൽകണമെങ്കിൽ അതിന് മറ്റൊരു കോടി കൂടി നീക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സർക്കാർ നിൽക്കുമ്പോഴാണ് 5,000 കോടിയിലധികം രൂപ കടമെടുത്തുകൊണ്ട് താൽക്കാലിക ആശ്വാസം സംസ്ഥാനത്ത് ഉണ്ടാക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ തലത്തിൽ നടക്കുന്നത്. എന്തായാലും ഒരു ഭാഗത്ത് ആർഭാടവും ദൂർത്തും നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഓണം ആഘോഷിക്കാനും വലിയ രീതിയിലുള്ള ചെലവുകൾക്കുമൊക്കെയായി സർക്കാർ കേന്ദ്രത്തിന്റെ മുന്നിൽ വീണ്ടും കത്തിലൂടെ ഇത്തരത്തിൽ സഹായം നൽകണമെന്ന അഭ്യർത്ഥന അറിയിച്ചിട്ടുള്ളത്. വിനോദ്, സർക്കാർ ഇപ്പോൾ ഈ നൽകാനുള്ള ക്ഷേമ പെൻഷനുകൾ നൽകാൻ അടക്കം ഇത്തരത്തിൽ കടം വാങ്ങിക്കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞും സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമല്ലോ. നിരവധി പണം ഇതിനായി ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ? മദ്യവും ലോട്ടറിയും മാത്രമാണല്ലോ സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം. വിനോദ, മദ്യവും ലോട്ടറിയും മാത്രമാണ് നിലവിൽ സംസ്ഥാന സർക്കാരിന് ഏക വരുമാന ആശ്വാസമുള്ളത് എങ്കിൽ പോലും മറ്റ് സ്ഥാപനങ്ങളൊക്കെ തന്നെ നഷ്ടത്തിൽ പോകുന്നുണ്ട് എന്നുള്ളതാണ് സർക്കാർ വിലയിരുത്തപ്പെടുന്നത്. KSRTC നിന്ന് വരുമാനം കാര്യമായി ലഭ്യമാകുന്നില്ല, മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കാര്യമായിട്ട് വരുമാനം എത്തുന്നില്ല. അപ്പോൾ കടമെടുക്കലല്ലാതെ സർക്കാരിന് മുൻപിൽ മറ്റൊരു വഴിയില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് അവർ എത്തിയിട്ടുമുള്ളത്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുകൾ തുക കൂട്ടുന്നതോടൊപ്പം തന്നെ കൃത്യമായി എല്ലാ മാസവും കൃത്യമായി തന്നെ നൽകുമെന്നുള്ളൊരു ആപ്തവാക്യം അവർ തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങൾക്ക് മുൻപിൽ നൽകിയിരുന്നു. പക്ഷേ അതൊന്നും പാലിക്കപ്പെടാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. 6 മാസത്തോളമായി ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയാകുന്നു. മറ്റ് വിവിധ ക്ഷേമ പെൻഷനുകളാണ് കുടിശ്ശികയിലായി കിടക്കുന്നത്. KSRTC ജീവനക്കാർക്കുള്ള പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും മുടങ്ങുന്നു. ശമ്പളം അടക്കം കൃത്യസമയത്ത് നൽകാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഓണം കൂടി വരുമ്പോൾ അധിക ബാധ്യത എന്നുള്ള നിലയിൽ ഇപ്പോൾ സർക്കാർ പ്രതിരോധത്തിലായിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ പ്രതിരോധം മറികടക്കാൻ ഏത് വിധേയനെയും ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തായാലും ആ 37,000-ലധികം കോടി രൂപയുടെ അതെ, സംസ്ഥാനം വീണ്ടും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ 5,000 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ധനകാര്യ വിദഗ്ധ കൂടിയായിട്ടുള്ള ഡോക്ടർ മേരി ജോർജും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഡോക്ടർ മേരി ജോർജ്, 5,000 കോടി രൂപ കൂടി സംസ്ഥാനം കടമെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിനുള്ള ആവശ്യം കേന്ദ്രത്തിൻ്റെ മുമ്പിൽ വെക്കുകയാണ്. 37,000 കോടിയോളം രൂപ ഇതിനു മുമ്പ് സംസ്ഥാനം കടം നൽകി, അല്ലെങ്കിൽ കടം നൽകി കഴിഞ്ഞു. കടം നൽകാൻ കടപരിധിയിൽ അത്രയും വരുന്നുണ്ട്. അത്രയും കോടി രൂപ കടമെടുക്കാൻ നേരത്തെ അനുവദിച്ചിരുന്നു, 37,512 കോടി രൂപ. ഇപ്പോൾ അത് കൂടാതെയാണ് 5,000 കോടി രൂപ. അതായത് ഓണം ആഘോഷിക്കാൻ ഇത്രയും പണമുണ്ടെങ്കിലേ സംസ്ഥാന സർക്കാരിന് കഴിയൂ എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു ഡോക്ടർ മേരി ജോർജ്? 37,512 കോടി നമ്മുടെ ബജറ്റ് അനുസരിച്ച് ഈ വർഷം ആകെ എടുക്കാവുന്ന കടമാണ്. അതായത് GSDPയുടെ 3% ഒരു വർഷം ഒരു സംസ്ഥാനത്തിന് എടുക്കാവുന്ന കടം. അപ്പൊ അതിന്റെ 3% താങ്കൾ പറഞ്ഞ എമൗണ്ട്. പക്ഷേ ക്രിസ്മസിന് മുൻപ് അത് മുഴുവൻ, ഡിസംബറിന് മുൻപ് അത് മുഴുവൻ എടുക്കാൻ ഒക്കില്ല. ഡിസംബറിന് മുമ്പ് എടുക്കാമായിരുന്നത് 21,000 കോടിയിലധികമായിരുന്നു. ആ കൃത്യ എമൗണ്ട് ഞാൻ ഓർക്കുന്നില്ല, ഇപ്പൊ നോക്കാത്തത് കൊണ്ട്. 21,000 കോടിയിലധികമായിരുന്നു. അതിൽ നിന്ന് ഡിസംബറിന് മുൻപ് ഇനി എടുക്കാൻ ബാക്കിയുള്ളത് 3,700 കോടി മാത്രമാണ്. അതിലെ 3,000 കോടി എനിക്ക് തോന്നുന്നു ഇന്നലെ അല്ല, അതെ, ഇന്നല്ലേ ട്യൂസ്ഡേ, ഇന്നാണ് ട്യൂസ്ഡേ എങ്കിൽ ട്യൂസ്ഡേ റിസർവ് ബാങ്കിന്റെ കൗണ്ടർ വഴി ഇന്ന് അത്രയും 3,000 കോടിയുടെ കടം എടുക്കും. 3,000 കോടിയുടെ കടം എടുത്തു കഴിഞ്ഞാൽ പിന്നെ 700 കോടിയേ ഉള്ളൂ വരുന്ന ഡിസംബർ വരെ. ആ പ്രതിസന്ധി, അതായത് ഇപ്പൊ തിരുവോണത്തിന് 3,000 കോടി കൊണ്ടൊന്നും ആവില്ല. നമുക്കറിയാം, ഒരു ഗഡു സാമൂഹ്യ സുരക്ഷാ പെൻഷനെങ്കിലും ഇപ്പോ കൊടുക്കണം, 1,600 രൂപ വെച്ചുള്ളത്. അതുപോലെ ശമ്പള കുടിശ്ശിക 2 കുടിശ്ശിക കിടക്കുകയാണ് ഇപ്പോഴും. അതൊരു പക്ഷേ ഇപ്പൊ ഓണത്തിന് മുൻപ് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. എങ്ങനെയാണെങ്കിൽ പോലും സിവിൽ സപ്ലൈസിന് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കൊടുക്കണം, സിവിൽ ഓണച്ചന്തകൾ തുടങ്ങുന്നതിന് വേണ്ടി കൊടുക്കണം. അതിനൊക്കെ നാമമാത്രമായ തുകയാണ് ഇതിനോടകം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങും എത്തില്ല.
അതുകൊണ്ട് തന്നെ വലിയ തോതില് പണം കിട്ടിയാൽ മാത്രമേ ഇപ്പോ നമുക്ക് ഈ ഓണം, തിരുവോണം, അതുപോലെ ഇനി ഓണത്തിന്റെ ആഘോഷങ്ങളും വരികയാണല്ലോ. ഇതെല്ലാം കൂടി വേണം. ഡോക്ടർ മേരി ജോർജ്, ആഘോഷം ഇത്തവണ കുറയ്ക്കുന്നു എന്നാണ് പറഞ്ഞത് വയനാടിന്റെ പശ്ചാത്തലത്തിൽ. എന്ന് കുറയ്ക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും വ്യാപാരികളും വ്യവസായികളും അതൊട്ടും കുറയ്ക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വ്യാപാരി വ്യവസായികളുടെയും പിന്നെ അതുപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇവരുടെയൊക്കെ കൊയ്ത്തുകാലമാണ് കേരളത്തിലെ തിരുവോണം പോലെയുള്ള മഹാ ഉത്സവം എന്ന് പറയുന്നത്. അപ്പൊ പല ഭാഗത്തു നിന്നും സമ്മർദ്ദം ഇതിനകം ഉണ്ടായിട്ടുള്ളതും നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് വലിയ വെട്ടിക്കുറയ്ക്കലൊന്നും നടത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഒരു പക്ഷേ കേരളീയം പോലെയുള്ള ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന ഒരു മാമാങ്കം നടന്നില്ലെന്ന് വരും. പക്ഷെ മറ്റു തരത്തിലുള്ള സർക്കാർ ജീവനക്കാർക്കും ഒക്കെ കൊടുക്കേണ്ട ഉത്സവ ബത്ത അതിൽ നിന്നൊക്കെ ഗവൺമെന്റ് വിട്ടുനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ കടുത്ത പ്രതിഷേധത്തിലേക്ക് വഴിവെക്കും. അപ്പൊ ഉത്സവ ബത്ത, അതുപോലെ വായ്പ എടുത്ത് സാധനങ്ങൾ വാങ്ങാനുള്ളത്, അങ്ങനെ പല തരത്തിലുള്ള ചെലവുകൾ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയും വേണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഈ 5000 കോടി തന്നെ തികയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല. പക്ഷേ അതോടൊപ്പം നോക്കണം, ഈ നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയാണ്, ഓരോ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ ഉണ്ട് GSTയിൽ പോകാത്ത 50% നികുതി പിരിവിനുള്ള അവകാശങ്ങൾ. ആ നികുതി പിരിവിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഇതുപോലെ കടമെടുക്കുന്നതും ഒക്കെ ചേർത്തേ അവർക്ക് ഓണവുമായി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതാണിപ്പോ 5000 കോടി കടമെടുക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് സംശയമാണ് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ കടമെടുക്കാൻ സമ്മതിക്കുമോ എന്ന്. കാരണം പരിധി വിട്ട് കടമെടുത്താൽ സംസ്ഥാനത്തിന് എന്ത് സംഭവിക്കുമെന്ന് കേന്ദ്രത്തിനറിയാം, സംസ്ഥാനത്തിനും അറിയാം. എങ്കിൽ പോലും നീക്കുപോക്കുകൾ ഉണ്ടോ നമുക്കറിയാം. കഴിഞ്ഞ വർഷം പിന്നെ ജനുവരി മാസത്തിലാണ് ഞങ്ങളെ കടമെടുക്കാൻ സമ്മതിക്കണം, അതായത് 30,000 കോടി കടമെടുക്കാൻ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞാണ് പോയത്. എന്നിട്ട് 13,500 കോടി കടമെടുക്കാനാണ് പിന്നെ കേന്ദ്രം സമ്മതിച്ചത്. സുപ്രീം കോടതി നിർദ്ദേശിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ കേന്ദ്രം അത് സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ കടമെടുത്തിട്ടും വൈദ്യുതി ബോർഡിന്റെ പിന്നെ സ്മാർട്ട് മീറ്റർ പദ്ധതി പൂർത്തിയാക്കാത്തത് കൊണ്ട് അതിൽ നിന്നും 4,866 കോടി കുറച്ചേ എടുക്കാൻ പറ്റിയുള്ളൂ. ഇത്തരം ഇഷ്യൂസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോ ഇപ്പൊ കേന്ദ്രത്തിൽ ചെന്നിട്ടുണ്ടെങ്കിലും കേരളം ആവശ്യത്തിലധികം കടം എടുക്കുന്നുവെന്നും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും കേന്ദ്രത്തിന് അറിയാവുന്നത് കൊണ്ട് കേന്ദ്രം അത് അനുകൂലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ മേരി ജോർജിനെ പോലെയുള്ള ആളുകളും പറയുന്നത് കേന്ദ്രം ഇത്തരത്തിൽ അമിതമായി കടമെടുക്കുന്നത് കേന്ദ്ര സർക്കാർ അനുവദിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ പണം അനുവദിച്ചില്ല എങ്കിൽ കേരളം പറയുക കേരളത്തിന് കടമായിട്ട് പോലും ആ പണം കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല, അത് ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ടാണ് BJP സർക്കാർ ഇത്തരത്തിൽ കേരളത്തോട് പെരുമാറുന്നത് എന്നുള്ള പ്രചാരണം നടത്താനും ഇടതുപക്ഷ സർക്കാർ മടിക്കില്ല. എന്തായാലും 5000 കോടി രൂപ കടം നൽകണം എന്നുള്ള ആവശ്യം കേന്ദ്രത്തിൻ്റെ മുമ്പിൽ സംസ്ഥാനം ഉന്നയിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ പോയാൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് ഡോക്ടർ മേരി ജോർജിനെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുകയാണ്.